ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ക്രോഷറ്റിൻ്റെ ബേസിക് സ്റ്റെപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ നെയിം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസിന് താല്പര്യമുള്ളവർക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ക്രോഷറ്റിൻ്റെ ബേസിക് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാനാണ് പഠിക്കേണ്ടത്. സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പിടിക്കുന്ന രീതി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു കംഫർട്ട് രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതായത് ഇൻഡെക്സ് ഫിംഗറും തൊട്ടടുത്ത ഫിംഗറിൻ്റെ ഇടയിലൂടെ നമ്മുടെ വർക്കിംഗ് ഞാൻ ഇടും. എന്നിട്ട് നമ്മൾ തം ഫിംഗർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടലാണ്. അപ്പോൾ നമ്മൾ ആ വർക്കിംഗ് നമ്മൾ ഒന്ന് ഓപ്പോസിറ്റായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടെയിൽ ഭാഗം നമ്മുടെ വർക്കിംഗ് യാണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും. എന്നിട്ട് ഒന്ന് നമ്മളുടെ ടെയിലൊന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹുക്ക് നമ്മളുടെ യാൺ പിടിക്കുന്ന ഭാഗം ആദ്യം ഹുക്ക് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് യാൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹുക്കുമ്പോൾ കുരുക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീഴുന്നതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട്. അതിനാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് എന്ന് പറയുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ആ ടെയിലൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇത്തിരി ടൈറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഹുക്ക് പുറത്തേക്ക് എടുക്കണ്ട, ഹുക്ക് യാൺ ഓവർ, അതായത് റൈറ്റ് സൈഡിലേക്ക് യാൺ ചെയ്തിട്ട് ഹുക്ക് വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹുക്ക് ആ ഒരു ചെറിയൊരു പോർഷനുമ്പോൾ കുടുങ്ങി കിട്ടും. ആ ഒരു ഹുക്ക് കുടുക്കുക, നമ്മുടെ ത്രെഡ് കുടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് സെയിം അളവിലുള്ള ഒരു ചെയിൻസ് കിട്ടും. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം അളവ് കിട്ടണമെന്നില്ല. നമുക്കറിയാലോ, പ്രാക്ടീസ് ഓൾവേസ് മേക്ക് പെർഫെക്റ്റ്. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചെയിൻസ് കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെയും അഴിച്ചിട്ട് നമുക്ക് ചെയിൻസ് ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യണം. ഇതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ക്രോഷറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയിൻസിൻ്റെ അളവ് കറക്റ്റ് ചെയ്താലേ ബാക്കിയുള്ള ഇനിയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ഹുക്ക് എങ്ങനെ പിടിക്കാമെന്നും അതുപോലെ തന്നെ യാൺ എങ്ങനെ വെക്കാമെന്നും. ഫസ്റ്റ് തന്നെ നമ്മൾ പിന്നെയും സ്ലിപ്പ് നോട്ട് ഇടുന്നുണ്ട്. ആ സ്ലിപ്പ് നോട്ട് ഇടുന്ന അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ചെയിൻസ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കണേ. മനസ്സിലായില്ലെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇനിയും നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീപ് ട്രൈയിങ്, കീപ് വാച്ചിങ്. താങ്ക് യു.